بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ ഒരംഗമായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നു എന്നത് ഒരു മഹാഭാഗ്യമായി കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മെക്കുറിച്ചൊരു ആത്മപരിശോധന നടത്തേണ്ട ഒരു വലിയ സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിസന്ധികളും പ്രതികൂലമായ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈമാനിന്റെ ഭാഗത്ത് എന്തെങ്കിലും വിള്ളലുകളോ വിടവുകളോ നമ്മളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു ഉറച്ച ഈമാൻ കിട്ടിയവരുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. ഖുർആൻ രസകരമായ ഒരു ചരിത്രം പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിലാണ് ആ ചരിത്രം ഉദ്ധരിക്കപ്പെടുന്നത്. മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം AD 249 മുതൽ 251 വരെ റോമിലെ ഭരണം കൊണ്ടു നടന്ന സീസർ ഡിസൂസ് എന്ന ദിഖിയാനുസ് രാജാവ്, വിഗ്രഹാരാധകനായ ആ രാജാവ്, അയാളുടെ മുന്നിൽ തൗഹീദ് തുറന്നു പറഞ്ഞ് തങ്ങളുടെ മനസ്സിൽ അള്ളാഹു തന്നിരിക്കുന്ന ഈമാനിന്റെ ശക്തി കാണിച്ച മഹാന്മാരായ യുവാക്കളുടെ കഥ പറയുന്ന അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. അവർ താമസിച്ച ആ ഗുഹയെ തന്നെയാണ് ഈ അധ്യായത്തിന്റെ പേരിൽ അള്ളാഹു കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ജീവിതം മൊത്തവും അത്ഭുതമാണെന്നാണ് ഖുർആൻ പറയുന്നത്. അവിടെ ആ ചരിത്രം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള നിശ്ചയദാർഢ്യമാണ്. ഇത് നമുക്കൊക്കെ സാധ്യമാവണം. നമ്മുടെ ജീവിതത്തിൽ തകരുന്ന അവസ്ഥകളാണ് നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സാമ്പത്തിക മേഖലകൾ മുഴുവനും പ്രയാസത്തിലായിക്കൊണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ വരുമാനത്തിനേക്കാൾ ഏറെ നടന്നു കാണേണ്ട ആവശ്യങ്ങളും ചെലവുകളുമാണ്. എന്ത് ചെയ്യുമെന്ന ഒരു പ്രതിസന്ധി നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പഴയതിനേക്കാളും തൊഴിൽ അവസരങ്ങൾ കുറവാണ്. വളരെ നിസ്സാരമായി നടക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ വലിയ ത്യാഗം നമ്മൾ ചെയ്യേണ്ടി വരുന്നു. അതിലപ്പുറം നമുക്ക് പ്രിയപ്പെട്ട ആരോഗ്യമുള്ള യൗവനം നിലനിൽക്കുന്ന പലരുടെയും പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മുടെ മുന്നിൽ. ഇവിടെയൊക്കെ നമ്മുടെ ജീവിത നൗക ആടി ഉലയാതെ നാം ഓരോരുത്തരും പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തിന് പറയുന്ന പേരാണ് ഈമാൻ എന്ന്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങളും വേദനകളും അവർ അത് എങ്ങനെ തരണം ചെയ്തു എന്ന അവരുടെ ഈമാനിന്റെ ശക്തിയും സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തുകളിലൂടെ ഒരു അത്ഭുതമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രത്തിൽ നിന്നും പഠിക്കാനുള്ള പ്രധാന പാഠം ഈമാൻ കൊണ്ട് നാം ഒന്നുകൂടി മുന്നേറുക എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരിക്കൽ മനസ്സിന്റെ ഒരു ഉത്തേജനം എന്നോണാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മുടെ മുന്നിൽ വരാറ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ആഴ്ചയിൽ ഒരിക്കൽ എങ്ങനെ വരുന്നു? സൂറത്തുൽ കഹ്ഫ് ഓരോരുത്തർക്കും പാരായണം ചെയ്യൽ ആഴ്ചയിൽ ഒരിക്കൽ സുന്നത്താണ്. അത് ശക്തമായ സുന്നത്തായി വരികയാണ് വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞാൽ. ഖിയാമത്ത് നാളിന്റെ വിവരണങ്ങളും അടക്കം ധാരാളം സംഭവ വികാസങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം കൊണ്ട്, അത് പഠിക്കലുകൊണ്ട് ഒരു വിശ്വാസിക്ക് നാളത്തേക്കുള്ള സമ്പാദ്യം എളുപ്പമാക്കാൻ കഴിയുമെന്ന ഒരു തത്വം അതിൽ അടങ്ങിയിരിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ അവരുടെ സംഭവം ഉദ്ധരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആയത്തുകൾ മാത്രം ഉദ്ധരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബത അന്ന അസ്ഹാബൽ കഹ്ഫി വർ-റഖീമി കാനൂ മിൻ ആയാതിനാ അജബാ
അസ്ഹാബുൽ കഹ്ഫും അവരുടെ ചരിത്രവും അവരുടെ പേരുകൾ ഉല്ലേഖനം ചെയ്ത രേഖകളും അതൊക്കെ ഉണ്ടായിരുന്നു. ചെമ്പോലയിൽ പതിച്ച രേഖ, അവരുടെ ഫുൾ ഡീറ്റെയിൽ ഉണ്ടായിരുന്നു. അവരുടെ പരിശുദ്ധമായ ശരീരങ്ങളെ കാണപ്പെട്ടോടത്തും മറവിയപ്പെട്ടോടത്തും ആ രേഖ ഉണ്ടായിരുന്നു എന്ന. അതെല്ലാം കാനൂമിൻ ആയാത്തിന, അത് നമ്മുടെ ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതം. ആ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ അജബ, അത്യത്ഭുതമാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ ഇവർ ഇത്ര അത്ഭുതമാവാൻ കാരണം? إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അത്ഭുതം മറ്റൊന്നുമല്ല, ഈ സീസർ ഡിസൂസ് എന്ന ദിക്കിയാനുസ് വിഗ്രഹ ആരാധകനായ രാജാവിന്റെ പീഡന താടനങ്ങൾക്ക് വിധേയരാവേണ്ടി വന്നാൽ ഇവിടെ ദീൻ നിലനിൽക്കണം. അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ട് അഭയം പ്രാപിച്ചവരാ അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു. അവര് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, മഹാന്മാരാണ്. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? പ്രതിസന്ധി വന്നപ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ചു ദുആ ചെയ്തു. അതാണ് അത്ഭുതം സംഭവിച്ചത്. അവരിൽ കണ്ട അത്ഭുതം എന്ന് പറയുന്നത് മുഴുവനും അവർ ദുആ ചെയ്തപ്പോൾ ഉണ്ടായതാ. എപ്പോഴാ അവര് ദുആ ചെയ്തത്? തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ സമരം ചെയ്തു. അവർ പ്രതിഷേധിച്ചു നിന്നു വിഗ്രഹാരാധനക്കെതിരെ. അങ്ങനെ അവർക്ക് ഗുഹയിൽ അഭയം പ്രാപിക്കൽ നിർബന്ധമായി വന്ന സാഹചര്യത്തിൽ ഗുഹാമുഖത്ത് വെച്ച് അവർ ചെയ്ത ദുആയാണ് പിന്നീടുണ്ടായ അത്ഭുതങ്ങൾ. ഖുർആൻ പറഞ്ഞ അത്യത്ഭുതങ്ങൾ ഈ ദുആന്റെ ബാക്കിയാണ്. എന്താ അവർ ദുആ ചെയ്തത്? അവർ ചെയ്ത ദുആ ഇതാണ്: فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അറിഞ്ഞോ അറിയാതെയോ വെള്ളിയാഴ്ച രാവും പകലും ഈ ദുആ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് അസ്ഹാബുൽ കഹ്ഫ് നമുക്ക് പഠിപ്പിച്ച ദുആയാണ്. ഈ ദുആ നമ്മുടെ ജീവിതത്തിലും ആവശ്യമുള്ളതാണ്. ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. എന്താ ദുആ? റബ്ബന ആതിനാ, അല്ലാഹുവേ നീ ഞങ്ങളുടെ രക്ഷിതാവല്ലേ, നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് മില്ലദുൻക റഹ്മതൻ, നിന്റെ ഭാഗത്ത് നിന്നും സ്പെഷ്യലായി അനുഗ്രഹങ്ങൾ, കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങളുടെ കാര്യങ്ങൾക്ക് റബ്ബേ മുന്നോട്ടുള്ള സുഗമമായ വഴിയും നീ തന്നെ ഒരുക്കി തരണേ അല്ലാഹ്. പ്രതിസന്ധികൾ അരിഞ്ഞു വീഴ്ത്താൻ ഈ പ്രാർത്ഥന പോരെ. ഇത് വെള്ളിയാഴ്ചയിൽ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചു പോകുന്ന വാക്കുകളാണിത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് വെള്ളിയാഴ്ച രാവും പകലും നമുക്ക് ചൊല്ലാൻ പറ്റിയ വളരെ പവറുള്ള ഒരു ദുആയാണിത്. ഇത് അസ്ഹാബുൽ കഹ്ഫ് നമുക്ക് പഠിപ്പിച്ചതാണ്. ഇവരുടെ ജീവിതത്തിൽ പിന്നെ ഖുർആൻ എടുത്തു പറയുന്നു, ഇവരുടെ ജീവിതത്തിൽ പിന്നെ കാണുന്നത് നഹ്നു നഖസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വളരെ വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചിരുന്ന തൽപര കക്ഷികളുണ്ടായിരുന്നു ചരിത്രത്തിൽ. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തെ തോന്നിയ മാതിരി വ്യാഖ്യാനിച്ചവരുണ്ടായിരുന്നു ചരിത്രത്തിൽ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന്റെ മുമ്പ്, മഹാനായ ഈസാ നബിയുടെ കാലത്തിന് ശേഷവും ആ 600 കൊല്ലത്തിനുള്ളിലാണ് അസ്ഹാബുൽ കഹ്ഫ് വരുന്നത്. അവരുടെ ചരിത്രം പലയിടങ്ങളിലും പല രൂപത്തിലും ദുർവ്യാഖ്യാനങ്ങളിലൂടെയും മറ്റും കടന്നുപോയപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം നഹ്നു നഖസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. നബിയേ, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അങ്ങയുടെ മുന്നിൽ നാം വളരെ സത്യസന്ധമായി തന്നെ പറഞ്ഞു തരട്ടെ, വസ്തുനിഷ്ഠമായി വിവരിച്ചു തരട്ടെ നബിയെ. ആരാണ് അസ്ഹാബുൽ കഹ്ഫ് എന്നറിയുമോ? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ അള്ളാഹുവിനെ വിശ്വസിച്ച ഒരു പറ്റം ചെറുപ്പക്കാരാണ്, യുവാക്കളാണ് അസ്ഹാബുൽ കഹ്ഫ്. അവർക്കുണ്ടായ മാറ്റങ്ങൾ എന്താ? വസിദ്നാഹും ഹുദാ. അവരുടെ ഹിദായത്തിനെ നാം വർദ്ധിപ്പിച്ചു കൊടുത്തു. അവരുടെ ഈമാനിനെ നാം കൂട്ടി കൊടുത്തു.
പ്രതിസന്ധികൾ അവരുടെ മുന്നിൽ പഴയതിനേക്കാളും കൂടിക്കൂടി വരുംതോറും അവർ അതിൽ അതിജയിച്ചു നിന്നു. സമാധാനത്തോടുകൂടെ 309 കൊല്ലം കിടന്നുറങ്ങി. എങ്ങനെ സാധിച്ചു? അവരുടെ ഈമാൻ. അവരുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധിയുടെ വലിപ്പം പോലെ ഈമാന്റെ വലിപ്പവും നാം കൂട്ടിക്കൂട്ടി കൊടുത്തു. അള്ളാഹു നമുക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തരട്ടെ. സുഹൈബുൽ കഹ്ഫിന്റെ ദുആ പഠിച്ചു വെച്ചോളണം. അത് ജീവിതത്തിൽ എപ്പോഴും ദ്വാരക്കണം. മുന്നിലെ പ്രതിസന്ധികൾ അള്ളാഹു എന്ത് തടസ്സം തന്നെയാണെങ്കിലും അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു വെള്ളിയാഴ്ചയുടെ ബർക്കത്തുണ്ട്, വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്തുണ്ട്, സൂറത്തുൽ കഹ്ഫിന്റെ ബർക്കത്തുണ്ട്, ആ സുഹൈബുൽ കഹ്ഫിന്റെ ബർക്കത്തുണ്ട്, ആ പ്രാർത്ഥനയുടെ ബർക്കത്തുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു വലിയ അഭയവും ആശ്വാസവും അള്ളാഹു നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, അവർ ഒരു പറ്റം ചെറുപ്പക്കാരാണ്. ഈമാൻ അള്ളാഹു കൂട്ടിക്കൂട്ടി കൊടുത്ത ചെറുപ്പക്കാരാണ്. അവരുടെ ഹൃദയത്തിന് നാം ശക്തി പകർന്നു, അവരുടെ ആർജവം നാം കൂട്ടിക്കൊടുത്തു, അവരുടെ ആണത്തവും ചങ്കൂറ്റവും നാം കൂട്ടിക്കൂട്ടി കൊടുത്തു. എപ്പോഴാണെന്നറിയുമോ? ആരാണ് അള്ള എന്ന ചോദ്യവും തർക്കവും ബഹുദൈവ ആരാധനയിലേക്ക് ക്ഷണിക്കപ്പെട്ട ക്ഷണവുമെല്ലാം ഉള്ളപ്പോ സീസർ ഡിസൂസ് എന്ന ദിക്കിയാനോസ് എന്ന വിഗ്രഹാരാധകനായ ധിക്കാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞല്ലോ, ഞങ്ങൾ ആരാധിക്കേണ്ട ഞങ്ങളുടെ റബ്ബാരാണെന്നറിയുമോ? രാജാവെ, അങ്ങ് പറയുന്ന ബഹുദൈവ ആരാധന ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹാ. ഞങ്ങളുടെ റബ്ബാരാണെന്നറിയുമോ? ആകാശത്തെയും ഭൂമിയെയും പടച്ച തമ്പുരാനാണ് ഞങ്ങളുടെ റബ്ബ്. ആകാശങ്ങളെ അവൻ വിചിത്ര മനോഹരമായി പടച്ചു, ഭൂമി എത്ര നയന മനോഹരമായി ഭൂമിയെ പടച്ചു. സൗകര്യങ്ങളേറെ. ഈ ഭൂമിയിലെ മണ്ണും കല്ലും പുഴകളും പൂക്കളും എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനോഹരമാക്കി പടച്ചല്ലോ. ആ പടച്ച തമ്പുരാനാണ് ഞങ്ങളുടെ റബ്ബ്. ലന്നദുഉ മിൻ ദൂനിഹി ഇലാഹ. ആ റബ്ബല്ലാത്ത മറ്റൊരു ഇലാഹിനെ ഞങ്ങൾ വിളിക്കൂല. ആ റബ്ബല്ലാത്ത മറ്റൊരു ഇലാഹിനെ വിളിച്ച് ഞങ്ങൾ ദുആ ചെയ്യൂല. ലഖദ് ഖുൽനാ ഇദാ ശതത. അങ്ങയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ അങ്ങാനും അതിന് വിധേയരായാൽ ഞങ്ങൾ വലിയ അബദ്ധം ചെയ്തവരല്ലേ രാജാവേ. അതുകൊണ്ട് ഞങ്ങൾ അതിന് നോക്കേണ്ടതില്ല. ആലോചിക്കാൻ പറഞ്ഞയച്ചോടുത്ത് വെച്ചാണ് ഇവർക്ക് ഉറക്കം സംഭവിക്കുന്നത്. ആലോചിച്ചിട്ട് തീരുമാനം പറയാം. നിങ്ങളുടെ നയത്തിൽ പുനഃപരിശോധന നടത്തിയിട്ട് നിങ്ങൾ ഒന്നും കൂടി എന്റെ മുന്നിൽ വന്ന് ഞാൻ പറഞ്ഞോടത്തേക്ക് വരണം, വിഗ്രഹാരാധനയിലേക്ക് നിങ്ങൾ മടങ്ങി വരണമെന്ന് പറഞ്ഞ രാജാവ് നിർബന്ധിക്കുകയും ആലോചിച്ചിട്ട് വന്നിട്ട് പറഞ്ഞാൽ മതി. വെറുതെ എടുത്തിയാടി പറയേണ്ട ചെറുപ്പക്കാരാണ്. ഇവരെ ആലോചിക്കാൻ പോയ പോക്കിലാണ് ഉറക്കം സംഭവിക്കുന്നത്. 309 കൊല്ലം ഉറങ്ങിയത്. ഞാൻ ആ ചരിത്രം വിശദമായി പിന്നീട് ഒരിക്കൽ പറയാം. ആ സുഹൈബുൽ കഹ്ഫിന്റെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു ദിവസം പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ആ സുഹൈബുൽ കഹ്ഫ് അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാം ഏൽപ്പിച്ചുകൊടുത്ത് അവർക്ക് മുന്നിൽ രാജാവിന്റെ ഏത് വീറും വാശിയും അലിഞ്ഞുപോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ രാജാവ് വന്ന വഴി തന്നെ അവരാണ് വെട്ടി നടത്തിയാൽ മതിയായിരുന്നു. രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന തൗഹീദിന്റെ തത്വമൊന്നും ഇവിടെ കയറൂല, നിങ്ങളിവിടെ വിഗ്രഹത്തെ ആരാധിച്ച് തന്നെ ജീവിക്കണം. പക്ഷെ ചെറുപ്പക്കാരെന്ന നിലയിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കാൻ ഒരു അവസരം തരാം, പോയിട്ട് വരാൻ പറഞ്ഞയച്ചതാ. യഥാർത്ഥത്തിൽ രാജാവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ അള്ളാഹു തോന്നിക്കുക. കാരണം ഈ മഹാന്മാര് അള്ളാഹുവോട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു, പടച്ചോനെ ഞങ്ങളുടെ വഴികളൊക്കെ തടസ്സങ്ങളൊക്കെ മാറ്റി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ എന്ന്. അവര് നിരന്തരം ദുആ ചെയ്തൊരു വർത്താനാണിത്. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ എന്ന ദുആ. വെള്ളിയാഴ്ചയിലെ ഒരു വളരെ സ്പെഷ്യൽ ദുആയാണിത്. വെള്ളിയാഴ്ച രാവിന്റെ ഒരു സ്പെഷ്യൽ ദുആയാണ്. വെള്ളിയാഴ്ച രാവും പകലും നമുക്കിത് ദുആ ചെയ്യാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ ഏൽപ്പിച്ചു, അള്ളാഹു അവരെ ഏറ്റെടുത്തു. അതാണല്ലോ ഇപ്പോൾ ഉണ്ടായത്. ദുആ ചെയ്ത് അള്ളാഹുവിലേക്ക് അവർ എല്ലാം ഏൽപ്പിച്ചു, അള്ളാഹു ഏറ്റെടുത്തു. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. ഇനി കേട്ടോളൂ, ഇവരിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇവരിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഇവർക്ക് അള്ളാഹു തആല ഉറക്കം കൊടുത്തു. ഉറക്കം കൊടുത്തപ്പോ ഇവരുടെ കാവൽ നായ ആ ഉറക്കിന്റെ സമയത്ത് പുറത്താണ് നിൽക്കുന്നത്. ഇവരുടെ കൂടെ ഒരു നായ കൂടിയിരുന്നു. ആ നായ സ്വർഗത്തിലാണെന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. ആ നായ പുറത്താണ് നിന്നിരുന്നത്.
ആ നായ ഉറക്കം വരുമ്പോ ഇവരെ പോലെ തന്നെ ഉറങ്ങുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. നായ ഇബ്നു കസീറൊക്കെ രേഖപ്പെടുത്തുന്നത് കാണാം, ആ നായ ഇവരുടെ കൂടെയാണെങ്കിൽ പോലും ഈ നായ ഇവരുടെ കൂടെ ഗുഹയ്ക്കകത്തേക്ക് കയറിയില്ല. കാരണം നായ ഉള്ളിടത്ത് മലക്കുകൾ ഉണ്ടാവില്ല എന്ന തത്വമാണ് ഇവിടെ കാണപ്പെടുന്നത് എന്ന് ഇബ്നു കസീറിനെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. ഏതായാലും അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ കൂടിയ നായ, ഇബ്നു കസീറൊക്കെ പറയുന്നുണ്ട്, ഈ അസ്ഹാബുൽ കഹ്ഫിന് ഉറക്കം വരുമ്പോൾ നായക്കും ഉറക്കം വരുമായിരുന്നു. അസ്ഹാബുൽ കഹ്ഫിലുണ്ടായ എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു ബറക്കത്ത് കൊണ്ട് ഈ നായയിലും കാണപ്പെട്ടിരുന്നു എന്നാണ്. നായയായിരുന്നിട്ട് പോലും ഈ മഹാന്മാരുടെ കൂടെ കൂടിയിട്ട് അള്ളാഹു ആ നായക്കൊരു പരിഗണന കൊടുത്തു എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഇബ്നു കസീർ അടക്കം. എന്താണ് പരിഗണന? ചരിത്രത്തിൽ ഈ നായ ചർച്ചയായല്ലോ, ഖുർആന്റെ ആയത്തിൽ വന്നല്ലോ. ഒരു സ്വഹാബിയെ പോലും എടുത്തു വെച്ചിട്ട് ഇതുപോലെ ചർച്ച ചെയ്യാൻ ഖുർആനിന്റെ അക്ഷരങ്ങളിലും വാക്കുകളിലും വളരെ ഹ്രസ്വമായ കാര്യങ്ങളെ നമുക്ക് കാണാനുള്ളൂ. ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിന്റെ കൂടെ ആ നായയെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് അള്ളാഹു ആ നായക്ക് കൊടുത്തൊരു അംഗീകാരമാണ്. എന്താണ് ഈ അംഗീകാരത്തിന് കാരണം? മഹാന്മാരുടെ കൂടെ കൂടി എന്നുള്ളത്. ഏതായാലും ഇവര് ദുആയിരുന്നു, അള്ളാഹു തആല അവരുടെ ദുആ ഏറ്റെടുത്തു. ആ ദുആ ഏതായിരുന്നു? ആ ദുആ അവർ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കാൻ നേരം ചൊല്ലിയ, അല്ലെങ്കിൽ അതിനോട് അനുബന്ധമായി അവർ ചൊല്ലിക്കൊണ്ടിരുന്ന ദുആ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മത്തൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ എന്ന ദുആ. ഗുഹയിൽ അഭയം പ്രാപിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അവരുടെ ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ഏൽപ്പിക്കുക എന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. ആ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവരെ ഏറ്റെടുത്തു. എനിക്ക് നോക്കിക്കോളൂ, അള്ളാഹുവിനെ അവരെ ഏൽപ്പിച്ചു, അള്ളാഹു ഏറ്റെടുത്തു. പിന്നീട് ഉണ്ടായ അത്ഭുതങ്ങൾ സൂറത്തുൽ കഹ്ഫ്. അത്ഭുതത്തിന്റെ കഥയാണ് അവരുടെ കഥ എന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. അവരുടെ കഥ മിൻ ആയാത്തിന അജ്ബയാണ്, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ. ഇനി നോക്കിക്കോളൂ, അത്ഭുതങ്ങൾ നോക്കിക്കോളൂ. അള്ളാഹുവിനെ ഏൽപ്പിച്ചപ്പോൾ അള്ളാഹു ഏറ്റെടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. അല്ലാഹുവേ, മഹാന്മാർ അല്ലാഹുവിലേക്ക് അടുത്തതും അല്ലാഹു അവരിലേക്ക് അടുത്തതും. എത്ര അത്ഭുതമാ സ്വഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ കാണുന്നത്. അല്ലാഹു അവരങ്ങ് ഏറ്റെടുത്തു. അവർ കിടന്നുറങ്ങി ഗുഹയിൽ. ഉറക്കമെന്ന് പറയുമ്പോൾ ഒരു ചെറിയ മരണമാണല്ലോ, പക്ഷേ യഥാർത്ഥത്തിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ഉറക്കം എന്ന് പറയുന്നത് 3 നൂറ്റാണ്ടിലധികം നീണ്ടു നിൽക്കുന്ന ഉറക്കമാണ്. അവരുടെ നേരെ വെയിലടിക്കുന്നു, അവർക്ക് നേരെ മഞ്ഞ് പെയ്തിറങ്ങുന്നു, അവരിലേക്ക് മഴവെള്ളം കുത്തിയൊലിക്കുന്നു. എല്ലാം പ്രതീക്ഷിക്കാം. അവിടെ അള്ളാഹു അവരെ ആദരിച്ചു. നബിയേ, അന്ന് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വായിക്കുമ്പോ, അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ അങ്ങ് കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ അന്നത്തെ സൂര്യന്റെ ഉദയ അസ്തമയ സഞ്ചാരങ്ങളെ കുറിച്ച് അങ്ങെങ്ങാനും നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ, ഇദാ ത്വലഅത് തസാവറു അൻ കഹ്ഫിഹിം ദാത്തൽ യമീനി വഇദാ ഗറബത് തഖ്രിദുഹും ദാത്തൽ ശിമാൽ. അവർക്ക് തണലേകാൻ വേണ്ടി സൂര്യനെ അല്ലാഹു വലതുവശത്തും ഇടതുവശത്തും കൂടി മാറ്റി മാറ്റി സഞ്ചരിപ്പിക്കുമായിരുന്നു. വഹും ഫീ ഫജ്വത്തിൻ മിൻഹു ദാലിക മിൻ ആയാത്തില്ലാഹ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിരുന്നു അത്. വനുഖല്ലിബുഹും ദാത്തൽ യമീൻ എന്ന് കാണാം. വനുഖല്ലിബുഹും വതസാവറൻ കഹ്ഫിഹിം ദാത്തൽ യമീൻ വഇദാ ഗറബത് തഖ്രിദുഹും ദാത്തൽ ശിമാൽ വനുഖല്ലിബുഹും ദാത്തൽ യമീൻ എന്ന് കാണാം. അവരുടെ സൗകര്യാർത്ഥം അവരുടെ വലതുവശത്ത് വെയിലടിക്കുമ്പോൾ അള്ളാഹു അവരെ ഇടത്തേക്ക് ചിരിച്ചും മറിച്ചും തിരിച്ചുമൊക്കെ കിടത്തി അള്ളാഹ് തന്നെ അവർക്കൊരു സംരക്ഷണം നൽകിയിരുന്നു. വതഹ്സബുഹും ഐഖാളാ
വഹും റുഖൂദ്, അവർ കിടക്കുന്ന കണ്ടാൽ, അല്ലെങ്കിൽ അവരുടെ അഭയം പ്രാപിച്ച് ഇരിക്കുന്നത് കണ്ടാൽ, പെട്ടെന്ന് അങ്ങ് കണ്ടാൽ അങ്ങേക്ക് തോന്നാം അവർ ഉറങ്ങുകയല്ല, ഉണർന്നിരിക്കുകയാണെന്ന്. വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തൽ ശിമാലി, അവരെ ഇടത്തേക്കും വലത്തേക്കും മറിച്ചു കിടത്തും. ഒരു വശം കൊള്ളെ മണ്ണിലങ്ങ് കിടന്നാൽ ആ വശത്തിൽ എന്തെങ്കിലും ഇഴജന്തുക്കളോ പുഴുക്കളോ ചെതലുകളോ ഒക്കെ വരാം. പക്ഷെ അള്ളാഹു അവരുടെ ശരീരത്തിന് കേടുവരാതിരിക്കാൻ വേണ്ടി മറിച്ചും തിരിച്ചും ഇങ്ങനെ കെടുത്തിക്കൊണ്ടിരുന്നു. അസ്ഹാബുൽ കഹ്ഫ് അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ എൻജലൂസ് പർവ്വതത്തിലെ ഗുഹയുടെ മുറ്റത്ത് അവരുടെ നായ കാലുകുത്തി കാവലിരിക്കുന്നു, കയ്യുകുത്തി കാവലിരിക്കുന്നു. ഇബ്നു കസീറിനെ പോലെയുള്ള മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, അസ്ഹാബുൽ കഹ്ഫിനെ അള്ളാഹു മറിച്ചും തിരിച്ചും കിടത്തുമ്പോ ആ മറിക്കലും തിരിക്കലും ഈ നായയിലും കാണാമായിരുന്നു. അസ്ഹാബുൽ കഹ്ഫിന് വെയിലിന്റെ ചൂടടിക്കാതെ അള്ളാഹു സൂര്യനെ നിയന്ത്രിച്ചപ്പോ അത് ഈ നായയിലും അള്ളാഹു പരിഗണിച്ചിരുന്നുവത്രേ. ലവിത്വലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറാ വലമുലിത മിൻഹും റുഅബാ, അവരെ ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാൻ ചെന്നാൽ ചെല്ലുന്നവൻ ഇവരെ കണ്ടാൽ പേടിച്ചു പോകും വിധം ഒരു ഭയം അല്ലാഹു അവിടെ സൃഷ്ടിച്ചുകൊണ്ട് ശത്രുക്കളെ അല്ലാഹു അവ്വിധം പ്രതിരോധിച്ചുവെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട് ഇത് സാധിച്ചു എന്ന് ചോദിച്ചാൽ അസ്ഹാബുൽ കഹ്ഫ് അല്ലാഹുവിനെ ഏൽപ്പിച്ചതാണ്. എങ്ങനെയാ അവർ അല്ലാഹുവിനെ ഏൽപ്പിച്ചത്? അവരുടെ ഹൃദയത്തിലുള്ള ഈമാന്റെ ശക്തിയാണത്. അവർക്ക് ആ ശക്തി പകർന്ന പ്രാർത്ഥനയാണ്, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. അത്ഭുതങ്ങളുടെ കഥയായ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ, കാനൂ മിൻ ആയാതിനാ അജബ എന്ന് പറഞ്ഞ അത്ഭുതങ്ങളിൽ അത്ഭുതമായ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ കേട്ടോളൂ. അത്ഭുതം എന്താ അവിടെ ഉണ്ടായത്? സൂര്യൻ തോന്നിയ മാതിരി സഞ്ചരിച്ചതാണോ? സൂര്യന്റെ സഞ്ചാരം പോലും അള്ളാന്റെ കുദറത്തല്ലേ. സൂര്യന്റെ സഞ്ചാരം അള്ളാന്റെ കുദറത്ത്. ആ കുദറത്ത് പോലും ഇവിടെ വെളിപ്പെടുകയാണ്. അള്ളാഹുവിന്റെ കുദറത്ത് വീണ്ടും വീണ്ടും വെളിപ്പെടുകയാണ് ഇവിടെ. അസ്ഹാബുൽ കഹ്ഫിന്റെ അത്ഭുതകരമായ ജീവിതവും അവരുടെ ജീവിതത്തിൽ കാണപ്പെട്ടിട്ടുള്ള ഈ അത്യപൂർവമായ സംഭവവും അത് അടിസ്ഥാനപരമായി വലിയൊരു അത്ഭുതമാണെന്നതിന്റെ അപ്പുറം സൂര്യന്റെ ആ നേരത്തെ സഞ്ചാരം പോലും ഒരു അത്ഭുതമായിരുന്നു. സൂര്യൻ സഞ്ചരിച്ചോടത്ത് അല്ലാഹു ഇവരുടെ സൗകര്യാർത്ഥം സൂര്യനെ തിരിച്ചും മറിച്ചുമൊക്കെ വിട്ടു. ഇത് മഹാന്മാർക്ക് വേണ്ടി അള്ളാഹു ചെയ്യും. ഇത് മഹാന്മാർക്ക് വേണ്ടി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലും കാണാമല്ലോ, അൽ ബദറു ശുഖ്ഖ ബി അംരിഹി വശംസു വറബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പരിശുദ്ധമായ നുബുവത്തിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടി ദഅവത്തിന്റെ മാർഗത്തിൽ മുഅ്ജിസത്ത് കാണിച്ചല്ലോ. എന്താ കാണിച്ചത്? ചന്ദ്രനെ പിളർത്തി. ചന്ദ്രനെ പിളർത്തിയ ആ അത്ഭുതം കണ്ട് എത്രയോ വലിയ വലിയ രാജാക്കന്മാര് പോലും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നിരുന്നുള്ള. അള്ളാഹു നമ്മുടെ മനസ്സിൽ അള്ളാഹു അതിനുള്ള ഈമാൻ തരട്ടെ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മഹാന്മാരായ പല രാജാക്കന്മാരും മുസ്ലിമാവാൻ കാരണം ചരിത്രം പറയുന്നു ചന്ദ്രൻ പിളർന്നതാണ്. അത് ലോകാവസാനത്തിന്റെ ഒരു അടയാളമാണ്. പരിശുദ്ധമായ ഖുർആൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഖിയാമത്ത് നാള് അടുത്തു, ഇനി വലിയ താമസമല്ല. കാരണം എന്താ? ചന്ദ്രൻ പിളർന്നു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈത്തണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോ, വിരലുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കി വരച്ചപ്പോ ചന്ദ്രൻ പിളർന്നു. ചന്ദ്രൻ പിളർന്ന അവിടെ മുതൽക്ക് പിന്നെ ലോകത്തിന് വലിയ ആയുസ്സില്ല. ലോക അവസാനത്തിന്റെ ഒന്നാമത്തെ അടയാളം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹബീബായ നബി തങ്ങളുടെ വരവാണ് ലോകാവസാനത്തിന്റെ ഒന്നാമത്തെ അടയാളം. സൂറത്തുൽ ഖമർ ഈ ചന്ദ്രൻ പിളർന്നതുമായി ബന്ധപ്പെട്ട സംഭവം ഉദ്ധരിക്കുന്ന ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. സൂറത്തുൽ ഖമർ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു മുഅ്ജിസത്താണ്. ചന്ദ്രനെ പിളർത്തി രണ്ട് ദിക്കുകളിലേക്ക് മാറ്റി നിർത്തി എന്നുള്ളതാ.
അത് ഇത്ര വലിയൊരു മുഅ്ജിസത്താണ്. ചന്ദ്രൻ എത്രയോ അകലെയാണ്. ഹബീബായ നബി തങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വരച്ചു കാണിച്ചു ആകാശത്തേക്ക്. നിങ്ങളൊന്ന് ആലോചിക്കുന്നു, താരതമ്യം ചെയ്താൽ കൺമുന്നിലുള്ള കടലിനെ പിളർത്താൻ, കൺമുന്നിലാണ് കടല്, ചന്ദ്രന്റെ അത്രയില്ല കടല്, ഒരുപക്ഷെ വലിപ്പം കൂടാം, എന്തോ കൺമുന്നിലാണ് കടല്. സയ്യിദനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ കടലിൽ അള്ളാഹു കൊടുത്ത അമൂല്യമായ മഹാന്മാർ ഉപയോഗിച്ച ബർക്കത്തുള്ള വടി കൊണ്ട് അടിച്ചപ്പോഴാണ് കടൽ പിളർന്നത്. വടി കൊണ്ട് അടിക്കുക എന്നുള്ളത് കുറച്ചും കൂടി കൈകൊണ്ട് വരയ്ക്കുക എന്നതിനേക്കാളും ശക്തിയിൽ ചെയ്യേണ്ട കാര്യമാണ്. അതും സാധാരണ വടിയല്ല, അമ്പിയാക്കൾ ഉപയോഗിച്ച മുബാറക്കായ വടി, സ്വർഗത്തിൽ നിന്ന് ആദം നബി കൊണ്ടുവന്ന വടിയാണ്. ആ വടി കൊണ്ട് ആ കടലിൽ അടിച്ചത്, കടൽ പിളർന്നത്. അത് അകലെയുള്ള കടലല്ല, തൊട്ടടുത്തുള്ള കടൽ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു കാണിച്ചു അകലെയുള്ള ചന്ദ്രനെ. ചന്ദ്രൻ പിളർന്നു. ചന്ദ്രൻ പിളർന്നു. എന്ന് ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു. ഈ ചന്ദ്രൻ പിളർന്ന രാവ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അതിപ്രധാനപ്പെട്ട 5 രാവുകളിലെ ഒരു രാവും കൂടിയാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? സൂര്യനും ചന്ദ്രനും ഒക്കെ മഹാന്മാരുടെ ജീവിതത്തിൽ അവർക്ക് അനിഷേധ്യമായി നടന്നു കാണേണ്ട പ്രകൃതി ഭാവങ്ങളിൽ നിന്നും മാറി സഞ്ചരിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനെ പിളർത്തിയത്. സൂര്യനെ അസ്ഹാബുൽ കഹ്ഫിന്റെ സൗകര്യാർത്ഥം അള്ളാഹു അതിന്റെ സഞ്ചാരത്തിലും മറ്റും മാറ്റങ്ങൾ വരുത്തിയത്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൂര്യ അസ്തമയ നേരത്ത് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ സൂര്യൻ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, അസ്തമയാഖില സൂര്യന്റെ അരുണ കിരണങ്ങളെ സാക്ഷിയാക്കിയിട്ട് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, അബൂദർറേ ഐന തദ്രി ഐന തദ്ഹബു, ഈ സൂര്യൻ എവിടേക്ക് പോകുന്നു എന്ന് നിനക്കറിയുമോ അബൂദർറേ? മഹാനവറുകൾ പറഞ്ഞു, എനിക്കെങ്ങനെ അറിയാൻ, അല്ലാഹു വറസൂലുഹു അഅലമു, അല്ലാഹുവിനും അവന്റെ റസൂലിനും മാത്രമാണ് ഈ സൂര്യന്റെ സഞ്ചാരത്തെ കുറിച്ച് കൃത്യവും വ്യക്തവുമായി അറിയാൻ കഴിയൂ. റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്നഹാ തദ്ഹബു ഹത്താ തസ്ജുദ ഹത്തൽ അർശി, ഈ സൂര്യൻ പോകുന്നത് എന്തിനാണെന്നറിയുമോ? അത് അസ്തമിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നത് അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അബൂദർറേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നന്ദി അർപ്പിച്ചിട്ട് സൂര്യൻ അള്ളാഹുവോട് അനുവാദം ചോദിക്കും, ഞാൻ തുടങ്ങിയോടത്തേക്ക് തിരിച്ചു പോയിക്കോട്ടെ റബ്ബേ, ഫയുദനു ലഹാ, തുടങ്ങിയോടത്തേക്ക് തിരിച്ചു പോയിക്കോളാൻ അള്ളാഹു അനുവാദം കൊടുക്കും. അങ്ങനെ കിഴക്ക് വന്നിട്ട് രണ്ടാമത് സൂര്യൻ ഉദിക്കലാണ് പിന്നീട് കാണുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുന്നു, തസ്ജുദ, ഇനി ഒരു കാലം വരാനുണ്ട്, അന്ന് സൂര്യൻ, ആ ദിവസം സൂര്യൻ സുജൂദ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ പടിഞ്ഞാറുക്കൊന്നു പോവും. പോയിട്ട് ഫലാ യുഖ്ബലു മിൻഹാ, അന്ന് സൂര്യൻ ചെയ്യുന്ന സുജൂദ് അല്ലാഹു സ്വീകരിക്കൂല. മാത്രവുമല്ല സൂര്യൻ അന്ന് അള്ളാഹുവോട് അനുവാദം ചോദിക്കും, ഞാൻ തുടങ്ങുന്ന കിഴക്കൻ ചക്രവാളത്തിലേക്ക് പോയിട്ട് പ്രഭാതത്തിന്റെ ഉദിച്ചു വരൽ ഞാൻ ഉദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അങ്ങോട്ട് പോവാൻ അനുവാദം കൊടുക്കൂല. യുഖാലു ലഹാ, അന്ന് സൂര്യനോട് പറയപ്പെടും, ഇർജിഇ മിൻ ഹൈസു ജിഇതി, ഇപ്പൊ വന്നു കയറിയ ഭാഗത്ത് നിന്ന് നീ തിരിച്ചു തുടങ്ങിക്കോ. അങ്ങനെ ഫതത്ലുഉ മിൻ മഗ്രിബിഹാ, വന്നു കയറിയ ഭാഗം പടിഞ്ഞാറാണ്, പടിഞ്ഞാറ് ആ സൂര്യൻ തിരിച്ച് ഇങ്ങോട്ട് ഉദിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ് സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുക എന്ന ഖിയാമത്ത് നാളിന്റെ അടയാളം സംഭവിക്കുക. സൂര്യൻ സുജൂദ് ചെയ്യുമ്പോ അവിടെ അള്ളാഹു സുജൂദ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞിരുന്നു. ഈ ലാസ്റ്റ് എന്തേ, അമലുകൾ സ്വീകരിക്കലും തൗബ കബൂലാവലും സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കണ വരെയുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ഉണ്ടാവില്ല. ഏറെക്കുറെ എല്ലാ മുനാഫിക്കിന് വന്ന് ബോധ്യവും, ശരിയാണ് കേട്ടോ, സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിച്ചു, ഇസ്ലാം പറഞ്ഞത് ശരിയാ, അള്ളാഹു ഉണ്ട്, റസൂൽ ഉണ്ട് എന്നൊക്കെ എല്ലാവർക്കും തോന്നി വരും. അന്നേരം വന്നിട്ട് കാര്യമില്ല, തൗബയുടെ സമയം കഴിയാണ്. ഏതുമാകട്ടെ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ സഞ്ചാരം അത്ഭുതങ്ങളാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അസ്ഹാബുൽ കഹ്ഫിന് വേണ്ടിയിട്ട് പോലും അള്ളാഹു അത് മാറ്റിക്കൊടുത്തുവെങ്കിൽ അതിനർത്ഥം അത്ര കണ്ട് അള്ളാഹു മഹാന്മാരെ ആദരിക്കുന്നു എന്നുള്ളതാണ്.
നമ്മുടെ ജീവിതത്തിൽ കുറെയൊക്കെ നല്ലത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രതിസന്ധികളും പ്രതികൂലമായ അവസ്ഥകളും ഓരോ ദിവസവും കൂടിക്കൂടിയാ വരുന്നത്. അസ്ഹാബുൽ കഹ്ഫിനെ പാഠമാക്കാൻ വെള്ളിയാഴ്ച രാവും പകലുമൊക്കെ ആ ചരിത്രം അയവിറക്കുന്ന ഖുർആനിന്റെ ആയത്തുകളിലൂടെ സൂറത്തുൽ കഹ്ഫിലൂടെ ഇങ്ങനെ പാരായണം ചെയ്തു പോവാ. സൂറത്തുൽ കഹ്ഫ് ഇന്ന് വെള്ളിയാഴ്ച രാവാണെങ്കിൽ ഇന്ന് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ ഒരാഴ്ചയിൽ നമുക്ക് പ്രകാശം നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ മനസ്സിന് ഈമാന്റെ ഒരു വെളിച്ചം നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ കഹ്ഫിന്റെ പാരായണവും അതിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം പ്രാർത്ഥനകളുണ്ട്, ദുആകളുണ്ട്. അതിന്റെ പാരായണമൊക്കെ ജീവിതത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ അള്ളാഹു നമുക്ക് കാരണമാക്കി തരട്ടെ.